Hello guys, welcome to Physics Online with Fazil, and we are going to do today a new portion of the chapter Light, Refraction and Reflection. So as far as our portion goes, we have covered almost the entire part of the reflection and the phenomenon of reflection. Now what we are moving towards is another phenomena related to the light itself, and that phenomena you might have heard in your previous classes. The phenomena is known as the refraction. So in both cases, be it in reflection or in refraction, we study things based on the deviation of the path of light. So the topic that we today cover will be refraction. It's actually an exciting topic, and I don't think any online or even an offline video as such could describe it properly in its full-fledged manner. I'm switching to Malayalam, guys. So if there are any other international viewers, if you want to understand the following lecture, you need to just comment in the comment section to get a subtitle for the video. ഇപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് പുരാതന കാലം മുതലേ എല്ലാവർക്കും അറിയാവുന്നൊരു ഫിനോമിനാണ്. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലും യു ഫൈൻഡ് റിഫ്രാക്ഷൻ. You can see refraction in various forms actually. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ജാർ, നിങ്ങളുടെ വീട്ടിലെല്ലാം ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പോയി പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഗ്ലാസ് ജാറിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു ടേബിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഒരു ഹാഫ് എ ജാർ വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്നിരിക്കട്ടെ. ഈ ജാറിന് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന, ഇപ്പം ഞാൻ ജാറിൽ വെള്ളം ഒഴിക്കാത്തൊരു സാഹചര്യം നോക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ജാറിൻ്റെ ഷേപ്പ് മൊത്തത്തിലേ മാറിപ്പോയി. ഓക്കെ, അതേ ജാറാണ് കേട്ടോ, ഇച്ചിരി വ്യത്യസ്തമായിരിക്കുന്നത് ഞാൻ റീഡ്രോ ചെയ്യുന്നതുകൊണ്ടാണ്. എവറി പ്രോസസ് ഇൻ ദി യൂണിവേഴ്സ് ഈസ് ഇറിവേഴ്സിബിൾ എന്നൊരു ഫിസിക്സിൽ ലോ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇതേ ജാറ് തന്നെയാണ് ഇത് എന്നിരിക്കട്ടെ. പക്ഷേ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇവിടെ നോ വാട്ടർ, ഇവിടെ ഇറ്റ് ഈസ് ഫിൽ വിത്ത് വാട്ടർ. അതിനപ്പുറത്ത് അതായത് ബിയോണ്ട് ദ ജാർ ഒരു സപ്പോസ് ഒരു എന്തോ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി ഐറ്റം ഇരിപ്പുണ്ടായിരുന്നു. ഒരു സ്റ്റിക്ക് ലൈക്ക് ഐറ്റം, നോട്ട് സ്റ്റിക്കി ഐറ്റം. പക്ഷെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ആ സ്റ്റിക്കി ഐറ്റം കുറച്ച് സ്റ്റിക്കി അല്ല, മറിച്ച് സ്റ്റിക്ക് ഐറ്റം കുറച്ചുകൂടെ നിങ്ങൾക്കൊരു സ്പ്രെഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻ യുവർ ഹൗസ് യു ക്യാൻ ട്രൈ ദിസ്. അപ്പോൾ ഇത് ഒരു റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ്റെ ഒരു ബേസിക് എക്സാമ്പിളാണ്. ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വേണേൽ പറയാം.
പിന്നീട് നിങ്ങൾ റിഫ്രാക്ഷൻ കണ്ടിട്ടുണ്ടാകുക എന്ന് വെച്ചാൽ, എല്ലാവരും ഒരു ഷാലോ വാട്ടർ ബോഡിയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയുണ്ട്, വീടിനടുത്ത് എവിടെയെങ്കിലും പുഴയുണ്ടെങ്കിൽ, വീട്ടിനടുത്ത് എവിടെയെങ്കിലും പുഴയുണ്ടെങ്കിൽ ആ പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളം ദിവസത്തിൽ എന്ത് ചെയ്യുക, അത്ര ഡെപ്ത് ഇല്ലാത്ത ഷാലോ ആയിട്ടുള്ള റീജിയനിൽ പോവുക. ഗോ ദെയർ ആൻഡ് ഡിപ്പ് യുവർ ലെഗ്സ്. ഈ വെള്ളത്തിൽ നിങ്ങൾ കാല് മുക്കി ആ പോർഷൻ നോക്കുക. അവിടെ നോക്കുമ്പോൾ നിങ്ങൾ കാല് മുക്കി കഴിയുമ്പോഴത്തേക്കിന്, വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കാല് ഇച്ചിരി മെല്ലെ പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നാം. എൻ്റെ ഡ്രോയിങ് അത്ര ശരിയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. യു മൈറ്റ് ഹാവ് ഒബ്സർവ് സച്ച് എ സിറ്റുവേഷൻ. അതേപോലെ തന്നെ വെള്ളത്തിൽ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ എക്സ്പീരിമെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഒരു വലിയ ടബ് എടുക്കുക, വാട്ടർ ഫില്ല് ചെയ്യുക, ഓൾമോസ്റ്റ് ലൈക്ക് 75% വാട്ടർ ഫില്ല് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയ പെബിൾ ഇടുക. തീരെ ചെറുതാവരുത്, ഒരു അത്യാവശ്യം ഒരു കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടബിൻ്റെ സൈസ് കൂടണം. നിങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ടോപ്പിലായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. അതായത് മുകളിൽ നോക്കുമ്പോൾ ഡെപ്ത് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഡെപ്ത് അത്ര ഒറിജിനൽ ഡെപ്തിലല്ല ഇരിക്കുന്നത്. അത് വിസിബിൾ ആകുന്ന ഒരു പെർട്ടിക്കുലർ ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഇതും എഗെയിൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ്റെ അനദർ മാനിപ്പുലേറ്റീവ് എക്സാമ്പിളാണ്. പിന്നീട് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. In your instrument box you might have this 15 centimeter plastic scale, fiber plastic scale. ആ സ്കെയിലിൽ നിങ്ങൾ പലപ്പോഴും ഇതിന് ഒരു ചെറിയ തിക്നെസ് ഉണ്ട് ഈ സ്കെയിലിന്. ആ തിക്നെസ് മെറ്റീരിയൽ എന്താണ്? ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പം ആ സൈഡിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ലൈറ്റ് എടുത്ത് വെള്ള ലൈറ്റിനെ നേരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഡിഫറെൻറ്റ് കളേഴ്സ്. റെയിൻബോ പോലത്തെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെയിൻബോ പോലത്തെ കളർ. അത് ആക്ച്വലി റെയിൻബോ അല്ല, പക്ഷേ നിങ്ങളത് റെയിൻബോ ആയിട്ട് അങ്ങ് ഊഹിക്കുക. ഇച്ചിരി ബ്ലൂ ലൈറ്റ്, ഒരിടത്ത് ബ്ലൂ ലൈറ്റ് കാണാം, ഒരിടത്ത് റെഡിഷ് ടിൻറ്റ് കാണാം. അപ്പോൾ അങ്ങനെ പല ലൈറ്റ്സും യു ക്യാൻ സീ വിസിബിൾ ഇൻ ദിസ്. ഇതുണ്ടാകുന്നതും, ഇഫ് ഐ സേ ഇറ്റ്, ഇസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ. അഗെയിൻ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നേച്ചറിൽ സംഭവിക്കുന്ന പല ഫിനോമിനൻ്റെയും, പല ലൈറ്റ് ബേസ്ഡ് ഫിനോമിനൻ്റെയും പിന്നിൽ റിഫ്രാക്ഷനാണ് കാരണം. ഇനി നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കറിയാം, മൊബൈൽ ഫോണിൻ്റെ ബേസിക് ഉപയോഗം എന്ന് പറയുന്നത് ഫോൺ വിളിക്കുക എന്നുള്ളതാണ്. ഫാർ അവേ ടെലി നെറ്റ്വർക്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാനാണ് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം. പക്ഷേ മോർ ദാൻ ദാറ്റ്, it is now used to connect to internet. ഇനി ഇൻ്റർനെറ്റിൽ ചുമ്മാ അക്ഷരങ്ങൾ കാണാൻ മാത്രമല്ലല്ലോ, വി ഗോ ദെയർ ടു വ്യൂ ഇമേജസ് ആൻഡ് വീഡിയോസ്, അല്ലേ? വീഡിയോസ് ആൻഡ് ഇമേജസും കൂടെ കാണാറുണ്ട്. അപ്പോൾ വീഡിയോസും ഇമേജസും കാണണമെങ്കിൽ ആ ഫോണിൽ അത് വേണം. എങ്ങനെയാണ് ഫോണിൽ വരുന്നത്? അവിടെയാണ് മൊബൈൽ ക്യാമറ. യു ഹാവ്
camera. Now camera is another device, a man-made device which works on many principles, but അതിൻ്റെ ലൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ, the side where the light operates, it is purely based on refraction. It's also purely based on refraction. Now things are getting excited, I guess, because ഒരു ക്യാമറയും വർക്ക് ചെയ്യുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനനെ ബേസ് ചെയ്താണ്, അല്ലെ അതിൻ്റെ പ്രിൻസിപ്പിൾസിലാണ് ക്യാമറയും വർക്ക് ചെയ്യുന്നത്. സോ ഹൗ ഡു യു തിങ്ക്, അല്ലെങ്കിൽ you might be interested in learning what refraction is now. So refraction is a very interesting phenomena where it happens. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഫോർമലി ഒരു ഡെഫിനേഷൻ കൊടുക്കാം. ഇൻഫോർമൽ ഡെഫിനേഷനാണ്, ഫോർമൽ ഡെഫിനേഷൻ ഇതായിരിക്കില്ല. സോ റിമെമ്പർ ദാറ്റ് ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻഫോർമൽ ഡെഫിനേഷൻ. സി ലൈറ്റ്, ഇപ്പം നമുക്ക് മീഡിയാസ് ഉണ്ട്. മീഡിയം എന്ന് പറയുന്നത് സം മെറ്റീരിയൽ ഇരിക്കുന്നു, ഒരു മെറ്റീരിയൽ ഇരിക്കുന്നു. ഇനി ഈ മെറ്റീരിയൽ ലൈറ്റിനെ കടത്തി വിടുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ മെറ്റീരിയലിനെ എന്ത് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. ഈ ലൈറ്റ് കടത്തി വിടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നിങ്ങളപ്പുറത്ത് നിൽക്കുന്ന സാധനം, അതിനകത്ത് നിൽക്കുന്ന സാധനം വ്യക്തമായിട്ട് കാണത്തില്ല. ചില നിങ്ങളുടെ വീട്ടിൽ ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ there is this particular type of glass where through we cannot see what is beyond that and what is inside cannot be seen outside. ഇതൊരു സൺഷെയ്ഡ് ടൈപ്പ് ഗ്ലാസ് അല്ല, ഇത് ബ്ലറി ടൈപ്പ് ഗ്ലാസ് ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയലുകളെ, അല്ലെങ്കിൽ അങ്ങനത്തെ പല മെറ്റീരിയലുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നു. സോ ദർ ഇസ് ദിസ് ട്രാൻസ്പാരൻറ്റ് and there is this translucent, and we have another form of category of objects which does not allows light to pass through. Either they reflect light or scatter light. Mostly scatter ആണ്, റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് എന്നാണ് വിളിക്കുന്നത്. So this material can be classified into three types of materials based on whether it transmits light. If it transmits light, ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, if light is transmitted, that medium അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? we call it transparent material എന്ന് വിളിക്കുന്നു. ഇതെല്ലാം വളരെ ബേസിക് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാത്തയാണെങ്കിലോ, ട്രാൻസ്മിറ്റിൽ തന്നെ ട്രാൻസ്മിറ്റ് ആണ്, പക്ഷേ ഡിഫ്യൂസ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ലൂസൻ എന്ന് പറയും. യു കനോട്ട് സീ ദി ഇമേജ്, ബട്ട് ഇൻസ്റ്റെഡ് യു കൻ ഓൺലി സീ ദ ലൈറ്റ് ആൻഡ് ഓൾസോ എ ബ്ലറി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. സോ വി ഹാവ് ട്രാൻസ്ലൂസൻറ്റ്. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റ് ചെയ്യാത്തതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒപ്പേക്ക് എന്ന് വിളിക്കുന്നു. സോ ഒപ്പേക്ക്, it's opaque എന്ന് വിളിക്കുന്നു. Opaque an example is mostly everything apart from glasses, liquids, jellies and other things. Yeah, in the case of transparent, so to study refraction we need to only focus on transparent material, not even translucent. We only focus on transparent materials. So what are transparent materials? Transparent materials are any material which transmit light through it. Now medium എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. medium. What medium and materials are used alternatively, but
In this chapter we will be using the term medium most often, so you just get used to it. Medium is nothing but a material in which the light is traveling, or the light can travel. So that's all. A medium is just a material. It's just a material. So ഒരു കാര്യം ഓർക്കുക, നമ്മളിപ്പം ഒരു ഇൻഫോർമൽ ഡെഫിനിഷൻ ഓഫ് റിഫ്രാക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള പാത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മീഡിയം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് മീഡിയമാണ് we are basically looking at. So what is a medium now? A medium is a material through which the light passes, through which the light is traveling, through which the light is traveling. So that is what a medium is. So there will be no official asking അല്ലെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ there will be no CBSE board type of question which will be asking you to define a medium. Okay, so it's just for your sake to get used to it. Okay, just get used to the term medium. If it is in its plural form, it is media. So ഇവിടെയാണ് നമ്മൾ റിഫ്രാക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സപ്പോസ് വി ഹാവ് ടു മീഡിയം എന്ന് പറയുമ്പോൾ there will be the light is at first traveling through one medium. Arrow indicates the direction in which the light is moving. Excuse me. ഈ മീഡിയമിനെ നമ്മൾ മീഡിയം 1 എന്ന് വിളിക്കുന്നു. മീഡിയം 1. Suppose there is another medium. The light is moving through medium 1 and it's called M1. As it goes on further, it comes at the interface between this and another medium. ഇപ്പോൾ ഈ ഞാൻ റെഡ് സ്ക്വിഗ്ലി ലൈൻ വരച്ചിരിക്കുന്നത്, it is known as an interface. What is an interface? An interface is the boundary which divides two different medium. What is two different medium? What do you understand by two different medium? Medium 1 would be some material through which the light is moving, and medium 2 is some other material through which the light is moving. The best example would be like medium 1 could be water. See, water is a medium, right? Because it allows the transmission of light. And can you guess another example? Air is a good example, but I don't think I would be using air because it is very common. Maybe alcohol. See, alcohol is actually a good transparent medium. So there is this medium 1 which is water, and there is this medium 2 which is alcohol. Both are transparent materials and light can travel through them in a straight line. Now what happens to the light as it reaches the interface? See, there is no curve over there, it's just straight. At the interface, so what was the interface? See, it's the boundary which divides two different media. What happens at the interface? In the case of reflection, the light at the point of incidence at the interface would reflect, but here the interface is not reflecting, opaque alla.
ഒപ്പേക്ക് അല്ലാത്ത സ്ഥിതിക്ക് എന്താണ്? ലൈറ്റ് ഷുഡ് ഗോ ത്രൂ ദ സെക്കൻഡ് മീഡിയം. M2യിലൂടെയും ലൈറ്റ് കടന്നു പോകണം. ഒരു കാര്യം നിങ്ങൾക്കറിയാവുന്നത് മീഡിയം 1 വാട്ടറും മീഡിയം 2 ആൽക്കഹോളുമാണ്. ഇപ്പോൾ രണ്ടിടത്തൂടെയും ലൈറ്റ് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് കടന്നു പോകും. പക്ഷെ ഇനി അതെങ്ങനെ കടന്നു പോകുമെന്നാണ്. ഞാൻ ഈ M2 എന്നുള്ളതൊന്ന് വായിച്ചോട്ടെ. ഇനി നിങ്ങൾക്കൊരു ഗസ് നടത്താം. ഞാൻ ആ മീഡിയം 2ൽ റെഡിഷ് കളറിലാണ് ലൈറ്റിൻ്റെ, അല്ലെങ്കിൽ ബ്ലൂ തന്നെ മതി, സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. മീഡിയം 2യിലൂടെ എങ്ങനെയാണ് ലൈറ്റ് പോകാൻ പോകുന്നത്? അത് നേരെ പോവോ? ആ വന്ന വഴിയെ നേരെ പോവോ? കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കാം. നേരെ പോവോ അതോ എന്തെങ്കിലും ആ പാത്തിന് വ്യത്യാസം ഉണ്ടാവും? If you have guessed it in mind, it will not go in a straight line. It will go in a straight line, but it will not continue along the same path. ആ ബ്ലൂ പാത്ത് ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ ഇൻ്റർഫേസിൻ്റെ ബൗണ്ട്, അതായത് ഇൻ്റർഫേസിലെത്തി ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിലെത്തി എക്സാക്ട്ലി സ്ട്രെയിറ്റ് പോവില്ല. അത് അതേ പാത്തിൽ കണ്ടിന്യൂ ചെയ്യില്ല. The path will not be the same. There will be a deviation, and that deviation will be either this way or this way, but it will surely continue along a straight line itself, but will not be in the same path. The path will be deviated from the original path. See the red path, I am going to color that red. This red is the original path where the line came from, but at the point of incidence the light suffered a deviation, and that deviation could be either this way or that way, but it will not be the same path. So this deviation of the path of light at the interface between two medium is defined as refraction. ഇപ്പോൾ റിഫ്രാക്ഷൻ്റെ ഇൻഫോർമൽ ഡെഫിനിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. Refraction is, what is refraction? Refraction, according to our informal definition, refraction is the deviation of the path of light at the point of incidence between the interface of two medium. So this is just an informal definition. Refraction is the deviation of the path of light at the point of incidence between the interface of two medium. Two different. You should emphasize the difference. Two different. Sorry for the bad handwriting. That is how it works in this writing pad. So that is what refraction means. Now what does this bending of path would be so, why should this bending of path be so phenomenal? That might be your question.
such a simple thing, why should it be so phenomenal? Why should it generate so much of wide variety of happenings in nature? And also എന്തുകൊണ്ടാണ് ഈ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ബെൻഡിങ് മാത്രം കൊണ്ടൊരു ക്യാമറ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ശരിയാണ്, അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബെൻഡിങ് നമ്മളെ കാണുന്ന കാഴ്ചകളിൽ ഒരു മാറ്റം ഉണ്ടാക്കും. ആ മാറ്റമാണ് ശരിക്കും ആ മാറ്റം, അതിനെ നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയും. ആ ഇമേജിലുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ, ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജിലുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ, അതാണ് ഫിനോമിനലായിട്ടുള്ളത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഇതിനു മുമ്പ് ഈ ഫിനോമിനൻ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാനായിട്ട് ഞാൻ ഒരു ടേം കൂടെ ഡിഫൈൻ ചെയ്യാം. ആ ഡിഫൈൻ ചെയ്യുന്ന ടേമിനെയാണ് അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പാരൻറ്റ് പൊസിഷൻ. See, what is an apparent position? Apparent means apparently. You might have heard the word apparently, apparent. Apparently എന്ന വേർഡിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് വിസിബിൾ ടു യു, അതാണ് apparently. It may not be the reality. What is visible to you, അതാണ് apparent എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്ന, നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എന്താണ് നമുക്കറിയില്ല, പക്ഷെ നിങ്ങൾ വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത്, ഫൈനൽ ആയിട്ട് കാണുന്നതാണ് അപ്പാരൻ്റ് എന്ന് പറയുന്നത്. ബിഹൈൻഡ് ദ സീൻസ് ഈസ് അൺനോൺ. സോ ദാറ്റ് ഈസ് വാട്ട് അപ്പാരൻ്റ് മീൻസ്. അപ്പം നമുക്കിത് ഈ പറഞ്ഞ അപ്പാരൻ്റ് പൊസിഷൻ നമുക്ക് ഈ റിഫ്രാക്ഷൻ ഫിനോമിന വെച്ചൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ച ഇൻ്റർഫേസ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ സ്ക്വിഗ്ലി ആയിരുന്നു. സ്ക്വിഗ്ലി ഇൻ്റർഫേസുകളാണ് യഥാർത്ഥത്തിൽ നേച്ചറിലുള്ളത്. പക്ഷേ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്വിഗ്ലി ലൈനുകളെ സ്ട്രെയിറ്റ് ലൈനായിട്ടങ്ങ് സങ്കല്പിക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, നമുക്ക് നമ്മുടെ രണ്ട് മീഡിയമുണ്ട്. ടോപ്പിലിരിക്കുന്ന മീഡിയം 1, താഴെ ഇരിക്കുന്ന മീഡിയം 2 എന്നുള്ള രീതിയിൽ രണ്ട് മീഡിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മീഡിയമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർഫേസാണ്. Now let us draw the light. Now the light travels in a straight line through one medium. It also travels in the same in a straight line in various medium. But ഞാനതൊരു ഇതായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഒരു റിമൈൻഡറായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മീഡിയം 1. ഇതിലൂടെ ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുവാണ്. ഇങ്ങനെ വരും. ഞാൻ ആനിമേറ്റ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുവാണ്. വന്നു ഇൻ്റർഫേസിൽ ഇടിച്ചല്ലോ. ഓക്കെ, ആ ഇൻ്റർഫേസിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന ആ പോയിൻറ്റിനെ റിഫ്ലക്ഷനിൽ പഠിച്ച പോലെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ആ പോയിൻറ്റിനെ നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കാം. പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഈ റേ എന്ത് വിളിക്കാം? ഇതിനെ നമുക്ക് ദിസ് റേ ഓഫ് ദ ലൈറ്റ് വിൽ ബി കോൾഡ് ഇൻസിഡൻറ്റ് റേ. പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് പറഞ്ഞു, ഇൻ്റർഫേസ് പറഞ്ഞു. ഈ പർപ്പിൾ ലൈനാണ് ഇൻ്റർഫേസ് കേട്ടോ. ദിസ് പർപ്പിൾ ലൈൻ ഇസ് ദി ഇൻ്റർഫേസ് പറഞ്ഞു, ഇൻസിഡൻറ്റ് റേ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തൊട്ടടുത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ why can't we define a normal at the point of incidence? Yes, we can do that, and we do that here too. At the point of incidence, we go further to define a perpendicular line passing through the point of incidence. A perpendicular line. Okay, remember that. ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ ആ ഇൻ്റർഫേസ്, ആ പർപ്പിൾ ലൈനിന് ഒരു 90 ഡിഗ്രി ആയിട്ട് ഒരു ഗ്രീൻ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ഇമാജിനറി ലൈനിനെ വിളിക്കുന്നതാണ് നോർമൽ.
It's called the normal. So we have the normal. റിഫ്ലക്ഷനിൽ നിങ്ങൾ പഠിച്ചത് ഈ ലൈറ്റ് റേ വരുന്നതിന് ഡയറക്ഷൻ കാണിക്കണം. ഇങ്ങനെ ലൈറ്റ് റേ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ നമ്മളിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു, വിൽ കണ്ടിന്യൂ ടു മൂവ് ഇൻ ദ സെക്കൻഡ് മീഡിയം. ഇത് മീഡിയം 1 ആയിരുന്നു, ഇത് മീഡിയം 2 ആണ്. ഇനി സെക്കൻഡ് മീഡിയമിലോട്ട് മൂവ് ചെയ്യാണ്. സെക്കൻഡ് മീഡിയമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് വന്ന അതേ പാത്തിൽ കൂടെ മൂവ് ചെയ്യില്ല. എങ്ങനെ മൂവ് ചെയ്യില്ല? ഇങ്ങനെ മൂവ് ചെയ്യില്ല. കറക്റ്റ് ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നും അത് ഡീവിയേറ്റ് ചെയ്യും, വേറൊരു ഡയറക്ഷനിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. പക്ഷേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അത് മറക്കരുത്. ഇറ്റ് വിൽ ഓൾസോ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ബിക്കോസ് ദി സെക്കൻഡ് മീഡിയം ഈസ് ഓൾസോ എ ട്രാൻസ്പാരൻറ്റ് മീഡിയം. അതുകൊണ്ട് ഇൻ ദാറ്റ് മീഡിയം ഓൾസോ ഇറ്റ് വിൽ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ബട്ട് ദ പാത്ത് വിൽ ബി ഡീവിയേറ്റഡ് ഫ്രം ദി ഒറിജിനൽ പാത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇൻഡിക്കേറ്റ് ചെയ്യാം അതിൻ്റെ ഡയറക്ഷൻ. ഈ റേ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഈ റേ ഈസ് മൂവിങ് ഇൻ ദിസ് റേ ഈസ് മൂവിങ്. ഈ സെക്കൻഡ് മീഡിയത്തിലുള്ള റിഫ്രാക്ഷന് ശേഷമുള്ള ഈ റേ ഉണ്ടല്ലോ, ഈ സെക്കൻഡ് റേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? റിഫ്രാക്റ്റഡ് റേ. ഓൾ റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക: ഇൻസിഡൻറ്റ് റേ, ഇൻ്റർഫേസ്, നോർമൽ, refracted ray. So again further we can move on to define a few parameters. നിങ്ങൾക്കറിയാം, ഈ ആംഗിൾ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു നോർമൽ, ദി ആംഗിൾ ദാറ്റ് ദി ഇൻസിഡൻറ്റ് റേ മേക്സ് വിത്ത് റെസ്പെക്ട് ടു ദി നോർമൽ ഈസ് കോൾഡ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി അതേ നോർമൽ താഴെ ഉണ്ടല്ലോ, സെക്കൻഡ് മീഡിയമിലുണ്ട്. ആ നോർമലിന് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നോർമൽ ദി ആംഗിൾ ബിറ്റ്വീൻ ദി റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ വിൽ ബി കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ക്യാപിറ്റൽ ആറായിട്ടും ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ സെക്കൻഡ് പോർഷൻ ഓഫ് ദ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഫിനോമിനൻ പഠിക്കുമ്പോൾ അവിടെ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ നമ്മൾ സ്മോൾ ആർ വെച്ചാണ് കൺവെൻഷനലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ ലോവർ കേസ് ആർ എന്ന് വിളിക്കും. സോ ഇത്രയും ഇതാണ്. ഇത് അപ്പാരൻറ്റ് പൊസിഷൻ്റെ ഡെഫിനിഷൻ ഇതുവരെ ആയിട്ടില്ല. ഞാൻ അതിന് മുമ്പായിട്ടൊരു നിങ്ങൾക്ക് വേണ്ട മാത്തമാറ്റിക്കൽ ടൂൾ ഡെവലപ്പ് ചെയ്തതേ ഉള്ളൂ. ഇത് എപ്പോഴും ഓർത്തു പോകുക, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വിൽ ബി യൂസ്ഡ് ത്രൂ ഔട്ട്. നൗ വാട്ട് ഈസ് അപ്പാരൻറ്റ് പൊസിഷൻ? അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മീ ടേക്ക് എ ന്യൂ പേജ്. സോ ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. സപ്പോസ് നമ്മുടെ ലൈറ്റ് ഒരു പോയിൻറ്റ് സോഴ്സിൽ നിന്ന് വന്ന ഒരു ലൈറ്റ് റേ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതാണ് പോയിൻറ്റ് സോഴ്സ് എന്നിരിക്കട്ടെ. ഇതിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ ആയിരുന്നു. ഇങ്ങനൊരു ലൈറ്റ് റേ വന്നിട്ട് എന്ത് ചെയ്തു? സെക്കൻഡ് മീഡിയത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ബിറ്റ്വീൻ ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ടു മീഡിയം ഡീവിയേഷൻ സംഭവിക്കും. ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഒറിജിനൽ പാത്ത് അല്ലായിരിക്കും, ഒന്നെങ്കിൽ ഒറിജിനൽ പാത്തിൽ നിന്ന് മാറിയോ ഒറിജിനൽ പാത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരിക്കും. തൽക്കാലം ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമാജിനറി നോർമൽ വരയ്ക്കാം. ഒരു നോർമൽ അറ്റ് ദി പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് വരയ്ക്കാം. ഇത് അറ്റ് ദി പോയിൻ്റ് ആയില്ല, നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ നോർമൽ. ദിസ് ഈസ് ദ നോർമൽ. നമുക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ യു വിൽ ഫൊർഗെറ്റ് ഇറ്റ്. ദിസ് ഈസ് ദ നോർമൽ. ദിസ് ലൈറ്റ് പാത്ത് കാണിക്കാൻ നമുക്കൊരു ആരോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇതാണ് ലൈറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഇതായിരുന്നു കേട്ടോ. ഈ റെഡ് കളർ ലൈനായിരുന്നു ഇൻ്റർഫേസ്.
ഇനി ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഈ പോയിൻ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് കണ്ണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ വിശാലമായ മനോഹരമായ കണ്ണുകൾ ഇവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഈ ലൈറ്റ് റേ വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഈ പാത്തിലാണ് അല്ലേ? ആ പാത്ത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കണ്ണിൽ വരുന്ന ലൈറ്റ് റേയുടെ ഡയറക്ഷൻ നിങ്ങൾ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ദ ബ്രെയിൻ വിൽ റീട്രേസ്. ബ്രെയിൻ വിചാരിക്കുന്നത് ആ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇസ് സംവെയർ. കാരണം ബ്രെയിൻ വിചാരിക്കുന്നത് എന്താണ്? ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അത് അതിൻ്റെ ആ സ്ട്രെയിറ്റ്നെസ്, ആ ഫൈനലി കാണുന്ന ഈ സ്ട്രെയിറ്റ്നെസ് തന്നെ അത് എന്ത് ചെയ്യും? ത്രൂ ഔട്ട് പുറകോട്ടും ഇമാജിൻ ചെയ്യല, അത് പുറകോട്ടും അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആക്ച്വലി ഇവിടെയായിട്ട് അപ്പിയർ ചെയ്യും. നമുക്ക് എ പ്രൈം എന്ന് വിളിക്കാം അതിനെ. സോ ഒറിജിനൽ ഒബ്ജക്റ്റ് എ ഇവിടെയാണ്. പക്ഷേ നിങ്ങളുടെ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് എ പ്രൈമിലാണ് എന്ന് വിചാരിക്കും. ഒബ്ജക്റ്റ് എ പ്രൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഇമേജ്, ഈ പൊസിഷനെയാണ് നമ്മൾ ഫൈനലി കാണുന്ന ഈ പൊസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ദി അപ്പാരൻറ്റ് പൊസിഷൻ. apparent A prime is the apparent position of A. apparent position. ഇതിപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ കേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന് തോന്നാതെ. അത് പോയിൻറ്റ് ലൈക്ക് ഒബ്ജക്ട്സിൽ അല്ലെങ്കിലും വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. ഒരു 2 ഡയമെൻഷണൽ കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് ഈ റിഫ്രാക്ഷൻ്റെ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ആ കോയിൻ്റെ കേസ് എടുക്കാം. കോയിൻ അല്ലെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ച എന്തായിരുന്നു? പെബിളായിരുന്നു. അപ്പം വെള്ളത്തിൻ്റെ സർഫസ് ഇതാണ്. അപ്പം ആ വെള്ളത്തിൻ്റെ സർഫസിനെ നമുക്ക് ഇൻ്റർഫേസ് എന്ന് വിളിക്കാമല്ലോ. കാരണം വെള്ളത്തിൻ്റെ സർഫസിന് താഴെ മൊത്തം വെള്ളമായിരിക്കും. വെള്ളത്തിൻ്റെ സർഫസ് ഇവിടെ മൊത്തം വാട്ടർ ആയിരിക്കും. അതുപോലെ ഇവിടെ മൊത്തം എയറുമായിരിക്കും. ഇനി താഴെ നമ്മൾ വെച്ചിരിക്കുന്ന പെബിൾ എടുക്കുക. ഇത് ഏറ്റവും ലോവർ ബോട്ടമിലാണ് ഇരിക്കുന്ന പെബിൾ ഇരിക്കുന്നിരിക്കട്ടെ. അപ്പോൾ പെബിളുടെ ഇങ്ങേയറ്റവും, അതായത് നമുക്ക് റെഡ് യൂസ് ചെയ്യാം, കാണാൻ പറ്റും കുറച്ചുകൂടെ. ഇവിടെ ഈ പോയിൻറ്റും എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റിൽ 2 പോയിൻ്റ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്തുണ്ടാവും? ലൈറ്റ് റേസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിനെ ഇങ്ങേയറ്റത്തിരിക്കുന്നതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. അപ്പോൾ എയിൽ നിന്ന് വരുന്ന നമുക്ക് ഒരു റേ എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കണ്ണ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ണിവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇതാണ് നിങ്ങളുടെ കണ്ണ്. നിങ്ങളുടെ സുന്ദര വിശാല മനോഹരമായ കണ്ണുകൾ ഇവിടെ ഇരിക്കുന്നു. നമുക്കൊരു ഗ്രീൻ ലൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ എയിൽ നിന്ന് വരുന്ന ഒരു റേ, ആ റേ വരുന്നത്, അല്ലെങ്കിൽ വേണം നിങ്ങളുടെ കണ്ണ് നേരെ വെർട്ടിക്കലി വെക്കണ്ട, അതിനകത്തൊരു ഭംഗിയില്ല. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ കൊണ്ടുവെക്കാം. അത് കുറച്ചുകൂടെ ഭംഗി. നമുക്ക് കണ്ണുകളിനെ ബ്ലൂ കണ്ണുകളാക്കാം. ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആ വിശാല മനോഹരമായ സുന്ദരമായ കണ്ണുകൾ ഈ സൈഡിൽ. ഇനി എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ലൈറ്റ് റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ പോകുന്ന ലൈറ്റ് റേ അങ്ങനെ ആയിരിക്കും പോകുന്നത്. പോകുന്ന ലൈറ്റ് റേയുടെ നമുക്കൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഇതാണ് ലൈറ്റ് റേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഇൻ്റർഫേസിൽ, ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്ത് സംഭവിച്ചു? അതിനൊരു റിഫ്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഡീവിയേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നിന്നും ലൈറ്റ് ഡീവിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കണ്ണിൻ്റെ ഡയറക്ഷനിലോട്ട് വരും.
ശരി, നമുക്ക് കുറച്ചുകൂടെ ചരിക്കാം. അതുപോലെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങളുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്തു. ഇനി ബിയിൽ നിന്നും വരുന്ന ഇങ്ങനെ പൊക്കോണ്ടിരുന്നൊരു റേ ആയിരുന്നു. ഇങ്ങനെ പൊക്കോണ്ടിരുന്നൊരു റേ ആയിരുന്നു ബിയിൽ നിന്നും. അതും ഇൻ്റർഫേസിലെത്തിയപ്പോഴത്തേക്കിന് എന്ത് സംഭവിച്ചു? അതിനൊരു ഡീവിയേഷൻ സംഭവിച്ചു. അതും നിങ്ങളുടെ കണ്ണിൻ്റെ ഡയറക്ഷനിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ എയും ബിയും ഡീവിയേറ്റഡ് ആയ കണ്ടോ? രണ്ട് റേയും. അപ്പം റേ ഫ്രം എയും റേ ഫ്രം ബിയും പോകുന്ന ഡയറക്ഷൻ കണ്ടു. ഇനി നമ്മുടെ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന എന്താണ്? ഈ എയറിലുള്ള ഈ രണ്ട് റേ സ്ട്രെയിറ്റായിട്ട് വരുവാണെന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് റീട്രേസ് ചെയ്യാന്നിരിക്കട്ടെ. കുറച്ചുകൂടെ അത് നമുക്ക് റെഡ് കളർ യൂസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഡിസ്റ്റിങ്വിഷബിലിറ്റി നഷ്ടപ്പെടും ഗ്രീൻ തന്നെ ഉപയോഗിച്ചാൽ. റീട്രേസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റായിട്ട് റീട്രേസ് ചെയ്യുമ്പോഴത്തേക്കിന് എയും ബിയും, എ ഇവിടെ ഇരിക്കുന്നതും കാണാം, ബി ഇവിടെ ഇരിക്കുന്നതും കാണാം. ആ ഒബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ലിഫ്റ്റായി. കണ്ടോ? ഇതാണ് ശരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങളൊരു ഓരോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അണ്ടറിൽ ഇങ്ങനെ ഒബ്ജക്റ്റുകളെ നോക്കുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഷാലോ ആയിട്ട് അല്ലെങ്കിൽ ഡെപ്ത് ഷാലോ ആയിട്ട് തോന്നുകയും ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ഇച്ചിരി മുകളിലേക്ക് ഇരിക്കുന്നത് പോലെ തോന്നുന്നതിന് കാരണം ഇപ്പോൾ മനസ്സിലായോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ. ദി അപ്പാരൻറ്റ് പൊസിഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ദോസ് പൊസിഷൻസ് അപ്പിയർ ടു ബി ഷിഫ്റ്റഡ് ഫ്രം ദി ഒറിജിനൽ വൺ. ഇതേപോലെ നിരവധി അനവധി ഫിനോമിനൻ നമുക്ക് ഇതേ റിഫ്രാക്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ക്വാണ്ടിറ്റേറ്റീവ് കാര്യത്തിലേക്ക് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വരാം. കാരണം അവിടെ നമുക്ക് കുറച്ച് ഡെപ്തിൽ പോകാനുണ്ട്. ലാസ്റ്റ് സ്ലൈഡിൽ കാണിച്ച പോലെ, പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കാണിച്ച് ഓർക്കുന്നുണ്ടോ? ഈ ഡയഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം നിങ്ങൾ നോട്ടിൽ ടേക്ക് ഡൗൺ ചെയ്യണം. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് അതർ ക്വാണ്ടിറ്റേറ്റീവ് തിങ്സ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്. ഓക്കെ, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡ് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദി മാത്തമാറ്റിക്കൽ സൈഡ് based on this diagram. So please take down this diagram and we will meet again in the next lecture video. Thank you.